നമസ്കാരം, രുചികയുടെ ലോകത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നമുക്ക് ചോറിൻ്റെ കൂടെയൊക്കെ ഒരു തോരൻ പോലെയോ അല്ലെങ്കിൽ മെഴുക്കുവരട്ടി പോലെയൊക്കെ ഉണ്ടാവില്ല സൈഡായിട്ട്, അതുപോലെ ചേമ്പും അതുപോലെ തന്നെ ക്യാരറ്റും വെച്ചിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ നമ്മളിപ്പോൾ ചേമ്പിൻ്റെ 1-2 റെസിപ്പീസ് അടുത്തടുത്ത് ഉണ്ടായിരുന്നു. ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ചേമ്പൊക്കെ ഉണ്ടാകുമ്പോഴങ്ങനെയല്ലേ, നമ്മൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചേമ്പ് കൊണ്ടുള്ള ഓരോന്നും ഉണ്ടാക്കുമല്ലോ, അപ്പോൾ അതുപോലെ ഉണ്ടാക്കിയതാണ് കേട്ടോ. അപ്പോൾ ഇതിപ്പം നമുക്ക് ചോറിൻ്റെ കൂടെ ഇപ്പം തൈര് മാത്രമൊക്കെ ഉണ്ടാവുന്ന, അപ്പം പെട്ടെന്ന് മോരാണെങ്കിൽ മോര് കാച്ചി, അപ്പോൾ അങ്ങനെയൊക്കെ ആവുന്ന സമയത്ത് നമുക്ക് കഴിക്കാൻ പറ്റിയ ഇത് മാത്രം മതി, നല്ല അടിപൊളിയായിട്ട് കഴിക്കാൻ പറ്റും. അതുപോലെ തന്നെ കഞ്ഞിക്ക് നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ. പിന്നെ അതുപോലെ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ എന്തെങ്കിലും ഫില്ലിങ്സ് ഒക്കെ വെച്ച് റോൾ ചെയ്തിട്ടൊക്കെ എടുക്കുന്ന സമയത്ത് അതിൻ്റെ ഫില്ലിങ്സ് ആയിട്ട് നമുക്കിത് കഴിക്കാൻ പറ്റും. പിന്നെ എനിക്ക് തോന്നുന്നു ചേമ്പൊന്നെന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ കുട്ടികൾക്കൊക്കെ ഒരുപാടങ്ങ് ഇഷ്ടം ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള സമയത്ത് ഇതുപോലെയൊക്കെ നമുക്ക് കഴിപ്പിച്ചെടുക്കാം കേട്ടോ. ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം ഇതിന് എന്താണ് വേറെ വേണ്ടതെന്നും എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നും. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മളൊരു അത്യാവശ്യം വലിയൊരു ക്യാരറ്റും അതുപോലെ തന്നെ 2 ചേമ്പുമാണ് എടുത്തിട്ടുള്ളത്. ചേമ്പ് ചെറുതാണ്, അതുകൊണ്ടാണ് 2 എടുത്തത്. ഇനി നമുക്ക് ഇത് രണ്ടും ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം, തൊലിയൊക്കെ കളഞ്ഞിട്ട്. അടുത്തതപ്പോൾ കട്ടിങ് പരിപാടിയാണ് കേട്ടോ. രണ്ടും നമ്മൾ നീളത്തിലാണ് കട്ട് ചെയ്ത് കൊടുക്കുന്നത്. അപ്പം നീളത്തിൽ എന്ന് പറയുമ്പോൾ ഒരുപാട് അങ്ങനെ നമ്മൾ ഭയങ്കര തിന്നായിട്ടൊന്നും അല്ല കേട്ടോ കട്ട് ചെയ്യുന്നത്. അപ്പോൾ രണ്ടും, അതായത് ക്യാരറ്റ് ആയാലും ചേമ്പായാലും ഒരേ വലുപ്പത്തിൽ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. ഏതാണ്ട് ഈ ഒരു പാകത്തിനാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. ഇനി ഇത് ഉണ്ടാക്കാൻ വേണ്ടി ഒരു പാൻ വെച്ചു. അതിലേക്ക് ഇനി നമ്മൾ ഓയിൽ ഒഴിച്ചു കൊടുക്കണം. എന്ത് ഓയിലായാലും കുഴപ്പമില്ല. അപ്പം വെളിച്ചെണ്ണയാണെങ്കിൽ കുറച്ചും കൂടെ നാടൻ രീതിയിൽ കുറച്ചധികം എടുക്കുന്നുണ്ട്. ഒരു 2-3 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായി വരുമ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ച ചേമ്പും അതുപോലെ തന്നെ ക്യാരറ്റും ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനി നമ്മൾ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. എല്ലാ ഭാഗത്തും പിടിക്കുന്ന പോലെ ഇളക്കി കൊടുക്കുക. അതിനുശേഷം ഇത് അടച്ച് വെച്ച് ലോ ഫ്ലെയിമിൽ ഒരു മിനിറ്റോളം ഇത് വേവിച്ചെടുക്കാം. അപ്പോൾ അതായി വരുന്ന സമയം കൊണ്ട് നമുക്ക് ഒരു സവാള നീളത്തിൽ കട്ട് ചെയ്ത് കൊടുക്കാം. നമ്മൾ കുറച്ച് നൈസായിട്ട് തന്നെ കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്കൊന്ന് അത് ഇളക്കി കൊടുക്കണം കേട്ടോ. കാരണം വെറും ഓയിലാണ് ഒഴിച്ച പാടിയിൽ കരിഞ്ഞു പോകാനൊന്നും പാടില്ല. അപ്പോൾ ഇടയ്ക്കൊന്ന് അടപ്പ് തുറന്ന് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് അരിഞ്ഞ് വെച്ച സവാള ചേർത്ത് കൊടുക്കാം. ഒരു മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് സവാള ഇട്ട് നല്ലപോലെ ഒന്ന് വഴറ്റി വെക്കാം. ഒരു 4 അല്ലി വെളുത്തുള്ളി ചതച്ചിടണം. ഇനി ഇതിലേക്ക് നമുക്കൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ ഒരു 2 ടീസ്പൂണോളം വറ്റൽ മുളക് പൊടിച്ചതാണ്. ഇത് നോക്കിയിട്ട് നമുക്ക് മാറ്റമൊക്കെ വരുത്താം. അപ്പോൾ അത്രയും ഇട്ട് കൊടുത്തിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടെ അതിൻ്റെ കൂടെ ഇടാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം കേട്ടോ. എല്ലാ ഭാഗത്തും ആകാൻ വേണ്ടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ഇതൊന്ന് അടച്ചു വെച്ച് 2-3 മിനിറ്റ് വേവിച്ചെടുക്കാം. അതിൻ്റെ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണേ. അപ്പോൾ ഇതേതാണ്ട് റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഇടയ്ക്കൊക്കെ ഇങ്ങനെ കുറച്ച് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം വെന്ത് വരികയും ചെയ്തിട്ട് നമ്മൾ ഓയിലായതുകൊണ്ട് തന്നെ നല്ലപോലെ ഒരു ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സെർവിങ് ഡിഷിലോട്ട് മാറ്റാം. അപ്പോൾ ചേമ്പും അതുപോലെ തന്നെ ക്യാരറ്റും വെച്ചിട്ടുള്ള മെഴുക്കുവരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളാണ്. അപ്പം നമുക്ക് പെട്ടെന്ന് എന്താ പറയുക, ശരിക്കും പറഞ്ഞാൽ ആ ഓയിലിൽ നല്ല ഫ്രൈ ചെയ്തെടുക്കുന്ന പോലെ കേട്ടോ. നല്ല എന്താ പറയുക, ക്രിസ്പി ആയിട്ട് ഉണ്ടാവും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടമാവുന്നതാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ കമൻസ് ആയിട്ട് അറിയിക്കുക. പുതിയൊരു വീഡിയോ കാണുന്നത് വരെ ബൈ.